അയർലൻഡിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു ആചാരം ഇത്തവണയും നടന്നു. നൈജീരിയൻ വംശജനായ വൈദികൻ ചാപ്ലിനായി നിയമിക്കപ്പെട്ടതോടെയാണ് 77 വർഷം പഴക്കമുള്ള ആ ആചാരത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് ഡബ്ലിൻ എയർപോർട്ടിലെ വിമാനങ്ങളെ ആശീർവദിക്കുന്ന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണം അത് നടത്തിയത്. ഫാദർ ജസ്റ്റിൻ ഒബിജുരെയാണ് ഈ ശുശ്രൂഷയ്ക്കായി പുതുതായി നിയോഗിക്കപ്പെട്ടത്. സാധാരണ ക്രിസ്തുമസ് ദിനത്തിലാണ് ഇത്തരത്തിൽ വൈദികൻ റൺവേയിലേക്ക് ചെന്ന് വിമാനങ്ങളെ ആശീർവദിക്കുന്നത്. എന്നാൽ ദീർഘകാലമായി ഈ ചുമതല വഹിച്ചിരുന്ന ഫാദർ ഡെസ് ഡോയൽ മരണപ്പെട്ട സാഹചര്യത്തിൽ ഫാദർ ജസ്റ്റിനെ പുതിയ ചാപ്ലിനായി നിയോഗിക്കുകയും ഡിസംബറിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഫാദർ ജസ്റ്റിൻ പറഞ്ഞു. ചടങ്ങിനെ ബാധിച്ചേക്കാവുന്ന പുതിയ വ്യോമയാന സുരക്ഷാ പ്രോട്ടോക്കോളുകളെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ ഡബ്ലിൻ എയർപോർട്ട് അതോറിറ്റിയുടെ പച്ചക്കൊടി ലഭിച്ചിരുന്നു. കഴിഞ്ഞ 16 വർഷമായി ഫാദർ ഡോയലായിരുന്നു ഈ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഫാദർ ജസ്റ്റിൻ ചാപ്ലിനായി നിയമിതനായത്. 1947 എയർലിങ്സിൻ്റെ വിമാനം ആശീർവദിച്ചുകൊണ്ടാണ് ഈ പാരമ്പര്യത്തിന് തുടക്കമായത്.